സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തൃശൂർ മാജിക് FC തിരുവനന്തപുരം കൊമ്പൻസ് മത്സരം സമനിലയിൽ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 8ാം റൗണ്ടിൽ അടുത്ത മത്സരം കൊച്ചിയും കണ്ണൂരും തമ്മിൽ ഞായറാഴ്ച നടക്കും. ആവേശകരമായ ഒരു മത്സരമാണ് നടന്നതെങ്കിലും റിസൾട്ട് സമനിലയായി എന്നുള്ളത് പലപ്പോഴും ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു മത്സരം കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശ്രീ ജോപ്പോൾ അഞ്ചേരി നമുക്കൊപ്പമുണ്ട്. 1-1 സമനില എത്തിയിരിക്കുകയാണ്. പക്ഷേ തൃശ്ശൂർ ഇപ്പോഴും നേട്ടത്തിലാണ് നിൽക്കുന്നത് പോയിന്റ്സ് ടേബിളിൽ. ഇന്നത്തെ മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ഇല്ല, നല്ല കളി കളിച്ചു. കാരണം നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ നമ്മളൊരു ഗോളിന് തോറ്റിരുന്നു കാലിക്കറ്റായിട്ട്. പക്ഷേ അത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം വീണ്ടും ഒരു കളി വരാണ്. അപ്പോൾ പ്ലേയേഴ്സ് അത് പ്രത്യേകിച്ച് നമ്മൾ നാച്ചുറൽ ഗ്രാസ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ടർഫിലാണ്, അത് കാരണം ഒരുപാട് സ്ട്രെയിൻ വരും. അപ്പോൾ പ്ലേയേഴ്സിന് പരമാവധി അവർ എഫേർട്ട് കൊടുത്തു. അറ്റ്ലീസ്റ്റ് നമുക്കിത് ഒരു പോയിന്റ് കിട്ടി, അതാണ് മെയിനായിട്ട്. കാരണം പ്ലേയേഴ്സ് എല്ലാം നല്ലപോലെ കളിച്ചിട്ടുണ്ട്. 5ാം മിനിറ്റിൽ ഗോൾ വരുന്ന മത്സരമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ഗോൾ മഴയാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായില്ല. ഇല്ല, അത് നമ്മൾ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്ടഡ് ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ആ ഗോൾ കിട്ടിയത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി എനർജി ആയിരുന്നു. കാരണം അത് തിരിച്ചടിക്കാനുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഹാഫിൽ തന്നെ തിരിച്ചടിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് അത് കുറച്ചുകൂടി ഡിലേ പോകാൻ ചിലപ്പോൾ കളി വേറെ സ്ഥിതിയിൽ മാറുമായിരുന്നു. പക്ഷേ വെൽ പ്ലേഡ്. സെക്കൻഡ് ഹാഫിനെ എങ്ങനെ നോക്കുകയാണ്? കാരണം 2 ടീമും ആക്രമിച്ചെങ്കിലും കൂടുതൽ ആക്രമണം നടത്താൻ ശ്രമിച്ചില്ല. അവസാനം കുറച്ച് അവസരങ്ങൾ ഇരു കൂട്ടർക്കും കിട്ടിയിരുന്നു. തീർച്ചയായും 2 കൂട്ടരും, അതായത് ഞാൻ 2 ടീമുകളും ഒരു അവസാനം ഇപ്പോൾ കുറച്ച് ടയർഡ്നെസ് ഫീൽ കാണാനുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ആയപ്പോൾ 10-15 മിനിറ്റ്സ് മാനേജ് ചെയ്തു നമ്മുടെ ടീം. എന്തായാലും നമുക്ക് ജയിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ഹോം മാച്ചിൽ ജയം അനിവാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കളി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡ്നെസ് പ്ലേയേഴ്സിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറന്നിട്ട് അവർ വെൽ പ്ലേഡ്. അതാണ് ബാക്കി കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് നമുക്ക് 27-ാം തീയതി കളി, അതുകൊണ്ട് റെസ്റ്റ് ഉണ്ട്. ഓക്കെ. എന്തായാലും അടുത്ത 8ാം റൗണ്ടിൽ കണ്ണൂരും കൊച്ചിയും തമ്മിലുള്ള മത്സരമാണ് വരും ദിവസങ്ങളിൽ നടക്കുക. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.